അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം കൊള്ളയടിച്ചതിന് പിന്നിൽ ആരാണ്? അല്ല, ഇത് വലിയ തമാശയുള്ള ഒരു ചോദ്യമാണ്. തമാശയല്ല, നിരാശ ഉള്ള ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ബാബർ എന്നുള്ള അക്രമകാരിയുടെ വൃത്തികെട്ട ഓർമ്മ തുടച്ചു നീക്കിയിട്ട് അവിടെ ശ്രീരാമൻ്റെ ക്ഷേത്രം, ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ നിർമ്മിച്ചു വന്നത്. ശ്രീരാമക്ഷേത്രം വന്നതിന് ശേഷം ആ ക്ഷേത്രത്തെ ആക്ഷേപിക്കാനായിട്ട് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമും അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരായ ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാമ്പയിൻസ് ഉണ്ട്. ഒന്ന്, ഈ അയോധ്യ ക്ഷേത്രം 1800 കോടിയോളം ചെലവഴിച്ച് നിർമ്മിച്ചത് പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടായിരുന്നു എന്നുള്ള കള്ളം പ്രചരിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല. രാമക്ഷേത്ര സമിതി, നിർമ്മാണ സമിതി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നിർമ്മിച്ചത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായി, ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായി രാമക്ഷേത്രം മാറി. ഒരു ദിവസം 1 ലക്ഷം പേര് മുതൽ 5 ലക്ഷം പേര് വരെയാണ് അവിടെ നിത്യേന വരുന്നത്. 350 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരവ്, വഴിപാടും ഒക്കെ ആയിട്ട് വന്നത്. കാണിക്കയുടെ കണക്ക് വേറെ. ഈ കാണിക്കയുടെ കണക്ക് ആണിപ്പോൾ പുറത്തു വന്നത്. കാണിക്കയുടെ കണക്കിൽ നിന്ന് 200 കോടിയോളം രൂപ പോയിരിക്കുന്നു എന്നാണ് ആക്ഷേപം. ആദ്യം പറഞ്ഞത് 5 കോടി മുതൽ 7.5 കോടി വരെ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് 200 കോടി രൂപ വരെ നഷ്ടപ്പെട്ടു എന്നാണ് പ്രചാരണം. അപ്പോൾ ഇവിടെ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കണ്ടില്ലേ, സംഘികൾ അമ്പലം ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ കൊള്ളയടിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് പറയുന്നത്. കാരണം നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ വന്നതുപോലെ ഇവിടുത്തെ ഈ രാമക്ഷേത്രത്തിലെ നടവരവ്, കാണിക്ക എണ്ണാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഏജൻസിക്കാണ് കൊടുത്തത്. ഈ പുറത്തുള്ള ഏജൻസിക്കെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് 24 ജീവനക്കാരെ പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്തു കാണിക്ക എണ്ണാൻ വേണ്ടിയിട്ട്. ഇവരെ മേൽനോട്ടം വഹിക്കാനായിട്ട് രാമക്ഷേത്ര സമിതിയുടെ 12 പേർ മേൽനോട്ടം വഹിക്കും. അത് കഴിഞ്ഞ് എണ്ണിത്തിട്ടപ്പെടുത്തിയ പണം ബാങ്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ബാങ്കിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 14 പേർ വീണ്ടും പരിശോധിക്കും. ആ 24 പേര് എണ്ണാൻ പുറത്തുനിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രാമക്ഷേത്ര സമിതിയല്ല. രാമക്ഷേത്ര സമിതിക്ക് ഈ കാണിക്കാൻ മുഴുവൻ കോടിക്കണക്കിന് നാണയങ്ങൾ വരുന്ന എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് ബാങ്കിനെ ഏൽപ്പിച്ചു. ബാങ്ക് എന്ത് ചെയ്തു? അവരുടെ ജീവനക്കാർക്ക് പകരം 24 പേരെ പുറത്തു നിർത്തി. അവർക്ക് ശമ്പളം കൊടുത്ത് 22,000 രൂപ വരെ ശമ്പളം ഉണ്ടായിരുന്നു. അവർ ഒറ്റപ്പണിയുള്ളൂ, കാണിക്ക എണ്ണുക എന്നുള്ളത് മാത്രമാണ്. ഇവരെണ്ണുന്നവരെ നോക്കാൻ ക്ഷേത്രത്തിൻ്റെ 12 പേരുണ്ട്. 24 പേർക്ക് 12 പേർ വെച്ചാൽ 2 പേരെ നോക്കാൻ ഒരാൾ വീതം ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ എണ്ണുന്ന പൈസ നോക്കാനായിട്ട് 14 പേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ജീവനക്കാരെയും വെച്ചിരുന്നു. ഇത്രയും വലിയൊരു മെക്കാനിസത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ CCTV ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ട് കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉള്ള സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് വിജിലൻസിന് ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടു. അവിടെ ഇങ്ങനെ ഈ ദിവസക്കൂലിക്ക് പൈസ എണ്ണാൻ വന്നവരൊക്കെ പെട്ടെന്ന് പണക്കാരാകുന്നു. അവരുടെ ജീവിത രീതി മാറുന്നു, വലിയ വീട് വെക്കുന്നു, വലിയ കാറ് മേടിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ എണ്ണുന്നതിനിടയ്ക്ക് പൈസ കീശയിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ പല ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രങ്ങളിൽ, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, എന്തിനാണെന്ന് വെച്ചിട്ടാണ്, ക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വരുന്ന ജീവനക്കാരൻ നോട്ടെണ്ണം വരുമ്പോഴത്തെ അടിവസ്ത്രം ധരിക്കരുത് എന്ന് വരെ നിയമമുണ്ട്. കാരണം തോർത്ത് മാത്രം ഉടുത്ത് വരണം. അപ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുരോഗമനവാദികൾ വടിവാളുകളൊക്കെ വയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് ജട്ടിക്കകത്ത് കാശും കൊണ്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതവിടെ പിടിച്ചതുകൂടിയാണ് ഇത് കണ്ടെത്തി ഒരു ജീവനക്കാരൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ, അതായത് പൈസ എണ്ണാൻ വന്നവരുടെ വീടിന് 14 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അത് വലിയൊരു സംഭവം ഉണ്ടായി. ഉടൻ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനോട് രാമക്ഷേത്ര സമിതി ആവശ്യപ്പെട്ടു ഇതേക്കുറിച്ച് അന്വേഷിക്കണം, ഗുരുതരമായി സീരിയസ് ആയി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ ആവശ്യപ്രകാരം യോഗി ആദിത്യനാഥ് എന്ത് ചെയ്തു? ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. അന്വേഷണ സംഘത്തിൽ വിജയ് വിശ്വാസ് പന്ത് എന്ന് പറഞ്ഞ IAS ഓഫീസർ ചെയർമാനും കിരൺ എസ് എന്ന് പറയുന്ന ലക്നൗ റേഞ്ച് IG, നേരത്തെ CBIയിലും ഇൻ്റർപോളിലും പ്രവർത്തിച്ച കിരൺ എസ് IPS, പിന്നെ നീൽ രത്തൻ കുമാർ ഫിനാൻസ് സ്പെഷ്യൽ സെക്രട്ടറി, സർക്കാരിൻ്റെ ഉൾപ്പെടുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. അവരുടെ കീഴിൽ പോലീസും സന്നാഹവും ഒക്കെ വന്നിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അല്ലാതെ അവിടെ BJPക്കാരോ RSSകാരോ രാമക്ഷേത്ര സമിതിയോ മോഷ്ടിച്ചു എന്നല്ല വസ്തുത. ബാങ്കിനെ ഏൽപ്പിച്ചു, ബാങ്കിൻ്റെ പണം കൊടുത്തു. ഇപ്പോൾ ശബരിമലയിലൊരു സംഭവമുണ്ട്. ശബരിമലയിൽ നിന്ന് ഇപ്പം ശബരിമലയിലും ഈ ജീവനക്കാർ ചെല്ലുന്നു. ജീവനക്കാർ പണം കൊണ്ടുമാണ്. നടപരവും ഭയങ്കരമാണല്ലോ, കാണിക്ക വരുന്നത്, എണ്ണണം. പക്ഷേ ഇവിടെ വരുന്ന ജീവനക്കാർക്ക് വീട്ടിൽ നിന്നും പോകാൻ നിവർത്തിയില്ല.
പക്ഷേ ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അറിയാം, ഓരോ ജീവനക്കാരും ഓരോ ദിവസം 1,00,000 രൂപ 50,000 രൂപയ്ക്ക് വീട്ടിലേക്ക് മണി ഓർഡർ അയക്കുന്നുണ്ട്. നമ്മുടെ ഈ ശബരിമലയിൽ കഴിഞ്ഞ വർഷം വരെ നടന്ന കാര്യമാണ്. ഈ ജീവനക്കാരായിരിക്കും സ്വാഭാവികമായും ശബരിമലയിലേക്ക് താൽക്കാലികമായി എടുക്കുന്ന ജീവനക്കാരായിരിക്കും? കരാറുകാരായിരിക്കുമല്ലോ. അത് ഏത് പാർട്ടിക്കാരായിരിക്കും? മിക്കവാറും CPM ആയിരിക്കും. ഉറപ്പല്ലേ? CPM. അപ്പോൾ സഖാക്കന്മാരെയാണ് ശബരിമലയിൽ നോട്ടിടാൻ വെച്ചിരുന്നത്. ഇവരവിടെ പോയി നോട്ടിട്ട് ശബരിമല പോസ്റ്റ് ഓഫീസിലെ രേഖകളനുസരിച്ച് അവിടെ ഈ നോട്ടെണ്ണാൻ ദിവസം 1,000-1,200 രൂപയ്ക്ക് കരാർ ജോലിക്ക് പോയ ആളുകൾ പാർട്ടിയുടെ ഉന്നത പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർ ഓരോ ദിവസവും 25,000 മുതൽ 1,00,000, 1,50,000 രൂപ വരെ വീട്ടിലേക്ക് മണി ഓർഡർ അയച്ചിട്ട് എവിടുന്ന്? ശബരിമലയിൽ നിന്ന്. എവിടുന്ന്? ഒരു പോസ്റ്റ് ഓഫീസുകാർക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പൈസ കൊണ്ട് കൊടുക്കും, അവർ മണി ഓർഡറായിട്ട് അയക്കും വീട്ടിലേക്ക്. അടുത്ത ബന്ധുക്കളുടെയൊക്കെ പേരിൽ പണം പോവാണ്. വൻ തുകകൾ മണി ഓർഡർ ആയിട്ടുണ്ട്. പോലീസ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പുറത്ത് വന്നിട്ടില്ല. ആ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ ജീവനക്കാരുണ്ട്, അവരെ ചോദ്യം ചെയ്തോ, അവർക്ക് നടപടി എടുത്തിട്ടുണ്ടോ, ഒന്നും കേരളത്തിൽ അറിയില്ല. ഇത് കേരളത്തിൽ നടന്ന ശബരിമല കൊള്ളയിലെ പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടാൻ വേണ്ടി അവർക്ക് കുറ്റപത്രം കൊടുക്കാതെ വെച്ച് നീട്ടി ഈ പിണറായി വിജയൻ്റെ പോലീസ്. ഇപ്പോൾ സതീശൻ വന്നല്ലോ. സതീശൻ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആറായിരിക്കുകയാണ്. എന്നിട്ടും ശബരിമല കൊള്ളയിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ജാഗ്രതയോ എന്തെങ്കിലും തുടർ നടപടിയോ എടുക്കാനുള്ള വല്ല നീക്കവും നടന്നിട്ടുണ്ടോ? ഇല്ല. ശബരിമല കൊള്ള എന്ന് പറയുന്നത് CPM നടത്തി, ഞങ്ങൾക്കും ചില താല്പര്യങ്ങളുണ്ട് എന്ന മട്ടിൽ പോവുകയാണ് സതീശൻ്റെ സർക്കാർ. സതീശൻ്റെ 3 ക്യാബിനറ്റ് ബ്രീഫ് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? മൂന്നാമത്തെയാണ് കഴിഞ്ഞത്. 3 എണ്ണം കഴിഞ്ഞിട്ടും ശബരിമല കൊള്ളയുടെ കാര്യം പറയുന്നില്ല. മറ്റേ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വന്ന് കോൺഗ്രസ്സുകാരെ അടിച്ചതിൻ്റെ കേസ് പറഞ്ഞു. വീണ ജോർജിൻ്റെ കേസ് അതിൽ ഇടപെട്ടു. ഇപ്പോൾ വിമാനത്തിലെ പ്രതികളുടെ കാര്യം ഏർപ്പാടാക്കി. കാഫിർ കേസ് അന്വേഷിച്ചു. അതായത് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ്സിന് താല്പര്യമുള്ള കോൺഗ്രസ്സുകാർ പ്രതികളായിട്ടുള്ള കേസുകൾ മുഴുവൻ ഒഴിവാക്കിയെടുക്കാൻ. പക്ഷെ ഒഴിവാക്കേണ്ട കേസുകളാണ് കേട്ടോ, കള്ളക്കേസാണ്. CPM ഉണ്ടാക്കിയ കള്ളക്കേസുകളാണ് ഇതൊക്കെ. ഈ CPMൻ്റെ ഗുണ്ടായുസത്തിൻ്റെ ഫലമായിട്ടുള്ള കേസുകളാണ്. ആ കോൺഗ്രസ്സുകാരായ ആളുകളെ, നിരപരാധികളായ ആളുകളെ ദ്രോഹിക്കാനും ക്രൂശിക്കാനും വേണ്ടി പിണറായി ഉണ്ടാക്കിയ കേസുകളാണ്. ഒഴിവാക്കുക തന്നെ വേണം. പക്ഷേ ശബരിമലയിലെ അന്വേഷണത്തെക്കുറിച്ച് എന്താണ് സതീശൻ മിണ്ടാത്തത്? നിങ്ങൾ അതുകൂടെ പറഞ്ഞിട്ട് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് വെച്ചല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? ശബരിമലയിൽ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ആ അന്വേഷണ സംഘം ഉണ്ടല്ലോ, എഴഞ്ഞ് നീങ്ങി അന്വേഷണ സംഘം. അതിനെ ഒന്ന് ചൂടാക്കാനുള്ള എന്തെങ്കിലും ഇവിടെ എടുത്തോ? നിങ്ങൾ ഉണ്ടോ ഇപ്പോൾ അന്വേഷണ സംഘം? ഉണ്ടെന്നാണ് തോന്നുന്നത്. എവിടെ കോടതി പറഞ്ഞ വലിയ കാര്യമല്ലേ? അവിടെ ശബരിമല കൊള്ള നടക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇൻ ക്യാമറ ആയിട്ട് നടത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ആരും അറിയാതെ കോടതിയും വക്കീലും മാത്രം. അത് ബലാത്സംഗ കേസുകൾ അങ്ങനെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് നിയമമുള്ളത്. ശബരിമലയിലെ കൊള്ളയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞാൽ പൊതുജനം അറിയും. അതുകൊണ്ട് വേറെ ആരും കേൾക്കാതെ നടത്തണം. എന്തായിരുന്നു അതിനകത്ത് സീക്രസി? ഭക്തരുടെ കാശാണ്, വിശ്വാസികളുടെ പണമാണ്, വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രം. അതിൻ്റെ കാര്യങ്ങൾ പുറത്തറിയരുതെന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ നടപടി എന്തുകൊണ്ടാണെന്ന് എനിക്കിന്ന് വരെ മനസ്സിലായിട്ടില്ല. കാരണം അത് ഹൈക്കോടതിയിൽ പോലുമുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന നടപടിയായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അല്ലെ, എനിക്ക് തോന്നിയായിരുന്നു ഇത് ഇനി കോടതിക്ക് എന്താ ഭയക്കാൻ? എത്രയ്ക്ക് കോടതിക്ക് ഇവരെ ഭയമാണോ? CPM കാരെ ഭയമാണോ? കോടതിക്ക് അല്ല, ഇത് ആര് കട്ടു ആരും എന്നൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പോലീസുകാർ വന്നിട്ട് കോടതിയിൽ നിന്ന് പിണറായി വിജയനാണ് ദൈവതുല്യൻ എന്ന് പറഞ്ഞെങ്കിൽ വാർത്തയായാലോ? കോടതിക്ക് എന്താ കാര്യം? അതാ ചോദിച്ച കോടതിക്ക് എന്താ കാര്യം? അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അയോധ്യയിൽ നിന്ന് നേരെ ശബരിമലയ്ക്ക് വന്നു ചോദിക്കുമ്പോൾ, കാരണം ഇത് അവിടെ നടന്ന ബാങ്കിലെ ജീവനക്കാർ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തിയ വീഴ്ചയാണ്. പക്ഷേ ശബരിമലയിലോ ദേവസ്വം ബോർഡ് നേരിട്ട് വെച്ച ആളുകൾ, പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു പ്രിയ, അവിടെ പണമെണ്ണാൻ വന്ന ദേവസ്വം ജീവനക്കാരും കരാർ തൊഴിലാളികളും 10,000-കണക്കിന് രൂപ ദിവസവും ശബരിമല പോസ്റ്റ് ഓഫീസിൽ നിന്ന് പിൻകോഡുണ്ടല്ലോ, അയ്യപ്പന് പിൻകോഡൊക്കെ ഉണ്ട്, 1-ാം നമ്പർ അല്ലേ, അവിടെ നിന്ന് മണി ഓർഡർ അയച്ചു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ആരെ ചോദ്യം ചെയ്തു, ആരെ അറസ്റ്റ് ചെയ്തു, എന്തെങ്കിലും നടപടിയെടുത്തോ? അതും മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ രാമക്ഷേത്രത്തിൽ അയോധ്യയിൽ കാണിക്കടിച്ചുകൊണ്ട് പോയില്ലേ എന്ന് ചോദിക്കുന്നത്. രണ്ട് തരം. അവിടെ അന്വേഷണ സംഘം നടക്കുന്നുണ്ട്. അവിടെ യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി. പൊക്കുന്നു മാത്രമല്ല, പൊക്കുന്നവൻ്റെ അവസ്ഥ പിന്നീട് എന്തായിരിക്കും എന്നത് കണ്ടറിയുക കൂടി വേണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ?
നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.